Facebook ഒരുപാട് ടൈപ്സ് ഓഫ് ആഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ 2 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. സോ നമുക്ക് 4 ടൈപ്പാണ് മേജർ ആയിട്ട് വരുന്നത്. അതിനെപ്പറ്റി ചെറിയൊരു ബ്രീഫ് ഐഡിയ ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഹായ്, മൈ നെയിം ഈസ് രഞ്ജിത്ത്. ഐ എം ഫ്രം Unlearn അക്കാഡമി. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് വരുന്ന ആഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പോസ്റ്റ് ആഡ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ഇമേജ് ആഡ് ആണ് വരുന്നത്. അതാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യാറ്. കാരണം അതിന് റീച്ച് കിട്ടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ അതിന് പ്ലേസ്മെന്റ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടായിരുന്നു പ്ലേസ്മെന്റ് എന്താണെന്നുള്ളത്. അതായത് ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് ആഡ്, അതായത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറിലൊക്കെ നമുക്ക് ആഡ് കസ്റ്റമൈസ് ചെയ്ത് റൺ ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇപ്പോൾ ഇമേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മാത്രമേ ഈ ഒരു ഇമേജ് ആഡ് പോവുള്ളൂ. വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് മാത്രമേ ഈ വീഡിയോ ആഡ് റൺ ആവുള്ളൂ. സോ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഓരോ രീതിയിൽ ഓരോ ആഡ്സിനും ഓരോ പ്ലേസ്മെന്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇമേജിലാണ് ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ്സ് വരാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷെ രണ്ടാമത് വരുന്നത് റീൽസ്, അതേപോലെ തന്നെ കാരസോൾ ഒക്കെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് എപ്പോഴും എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഇമേജ് തന്നെയായിരിക്കും. കാരണം അത് കുറച്ചുകൂടി ഈസിയാണ്, അതുപോലെ തന്നെ മാക്സിമം പ്ലേസ്മെന്റിൽ കവർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വരുന്ന റീൽസ് അല്ലെങ്കിൽ വീഡിയോസ്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നല്ല റീച്ച് കിട്ടുമല്ലേ, നമ്മളൊരു പോസ്റ്റർ ഇടുന്നതിനേക്കാളും. അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് വരും നമ്മളൊരു ആഡായിട്ട് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. കാരണം അത് കുറച്ച് എൻഗേജിങ് ആയിരിക്കും, ആൾക്കാർ കാണാനുള്ള ചാൻസ് കൂടുതലാണ്, അവർ കണ്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ റീൽസ് എന്നുള്ള രീതിയിൽ ആഡ് റൺ ചെയ്താലും നമുക്ക് റീച്ച് കിട്ടാൻ കുറച്ച് ചാൻസ് കൂടുതലാണ്. ബട്ട് അതിന് കുറച്ച് എഫേർട്ട് കൂടുതൽ. നോർമലി ഒരു പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ എഫേർട്ട് നമ്മൾ ഒരു റീൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അതിനുശേഷം മൂന്നാമത് വരുന്നതാണ് കാരസോൾ ആഡ്. കാരസോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് വരുന്നതാണ് കാരസോൾ എന്ന് പറയുന്നത്. നമുക്ക് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഓരോ പോസ്റ്റേഴ്സും കാണാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് റീച്ച് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എന്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വേറൊന്നുമില്ല, ആൾക്കാർ നിന്ന് വായിക്കാൻ അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഒരുപാട് പേജസ് വരുമ്പോഴത്തേക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് കുറയാനുള്ള ചാൻസ് കുറയും. അപ്പോൾ അവർ കൂടുതൽ നേരം നിൽക്കാനുള്ള ചാൻസ് കുറയും. പക്ഷേ കാരസോൾ ആഡ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് നമുക്ക് പറയേണ്ട കാര്യങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പോസ്റ്റർ വഴി പറയാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പേജിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ ഒരുപാട് കണ്ടന്റ് എന്ന് വെച്ച് നമ്മൾ നിറയ്ക്കുമ്പോഴത്തേക്ക് ആൾക്കാർ വായിക്കാനും അത് ആൾക്കാർ കോട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവരെങ്ങനെ ഇരുന്ന് വായിക്കില്ല. പക്ഷേ നമ്മളത് ഒന്നിൽ കൂടുതൽ ഇമേജസ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും വായിക്കാനായിട്ട്. അതായത് അവർക്ക് കണ്ടു നിൽക്കാൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അട്രാക്റ്റീവ് എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് എന്നാലും കാരസോൾ അത്രയും റെക്കമെൻഡ് അല്ല. ബട്ട് എന്നാലും കാരസോൾ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് വരുന്നതാണ് കളക്ഷൻ ആഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ കളക്ഷൻ ആഡ്? അതായത് നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്ക് കാരസോൾ പോലെ തന്നെ വർക്ക് ചെയ്യും. ബട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനൊക്കെ മാറി വരും, അതേപോലെ തന്നെ പ്രൈസ് മാറി വരും, ടൈറ്റിൽ മാറി വരും. സോ ഇതൊക്കെ ഓരോ സ്വൈപ്പിന് മാറി വരുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കാറ്റഗറി ബേസ് ചെയ്ത് വരുന്ന ഒരു ആഡിനെയാണ് നമ്മൾ കളക്ഷൻ ആഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോണിൽ കയറിയിട്ട് ഒരു ഷൂ ഒക്കെ സെർച്ച് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഷൂവിനെ ബേസ് ചെയ്ത് ഒരുപാട് ആഡ് കാണാൻ പറ്റും. അതെല്ലാം പ്രോഡക്റ്റിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയായിട്ട് കാണുന്നത്. ലിങ്കും കാണും. നിങ്ങൾ ജസ്റ്റ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും ഓരോ പേജിലോട്ടായിരിക്കും പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷൂവിൻ്റെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷൂവിൻ്റെ പേജിലോട്ട് പോകും. വാച്ച് ക്ലിക്ക് ചെയ്യണമെങ്കിൽ വാച്ചിൻ്റെ പേജിലോട്ട് പോകും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ, ഒന്നിൽ കൂടുതൽ ഇമേജ്, പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റ് ലിങ്ക് ചെയ്യാൻ പറ്റിയ ഒരു ആഡിനാണ് നമ്മൾ കളക്ഷൻ ആഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും ടൈപ്സ് ഓഫ് ആഡാണ് നമ്മൾ മേജർലി വരുന്നത്. ഇതൊക്കെ പോകുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്ലാറ്റ്ഫോം ഏതൊക്കെയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതേപോലെ മെസ്സഞ്ചർ, ഓഡിയൻസ് നെറ്റ്വർക്ക്, ഇത്രയും പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ആഡ് കസ്റ്റമൈസ് ചെയ്ത് റൺ ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൻ്റെ നമ്മൾ 4 ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റലോഗ്സ്, അതായത് പ്രോഡക്ട്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്കമിങ് ടോപ്പിക്സിൽ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ട് എങ്ങനെ എത്ര ടൈപ്സ് ഓഫ് ആഡ് റൺ ചെയ്യുന്നുള്ളതാണ്. സോ അപ്കമിങ് ക്ലാസ്സിൽ നമ്മൾ ആഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ ഇമേജ് ആഡ് റൺ ചെയ്യുന്നത്, വീഡിയോ ആഡ് റൺ ചെയ്യുന്നത്, കാരസോൾ ആഡ് റൺ ചെയ്യുന്നത്, കളക്ഷൻ ആഡ് റൺ ചെയ്യുന്നത് എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നുണ്ട്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് കാണാം. സൈനിങ് ഓഫ് രഞ്ജിത്ത് ഫ്രം Unlearn അക്കാഡമി.